Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എംകോം ഫസ്റ്റ് സെമസ്റ്ററിലെ അവസാനത്തെ എക്സാം ആണ് പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടാക്സേഷൻ. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എംകോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡുകളുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് സിയിൽ ഒരു പ്രോബ്ലം 3 തിയറി ചോദ്യങ്ങളാണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ പ്രോബ്ലമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇപ്രാവശ്യം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ കാൽക്കുലേഷനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിർബന്ധമായും ആ ഒരു ഏരിയ നോക്കാം. പ്രോബ്ലം ചെയ്യുകയാണെങ്കിലുള്ള ഗുണം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തിയറി പോലെയല്ല. So calculate advance tax. Calculate advance tax and find out. ബുക്കിലത്തെ അതേ സെയിം ടൈപ്പ് ചോദ്യമാണ് വരാറ് കേട്ടോ. And find out the amount of each installment. For the financial year. അപ്പോൾ പ്രോബ്ലം നമ്മൾ കണ്ടുവരുന്നത് ഒരെണ്ണം ഇതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്രാവശ്യം അഡ്വാൻസ് ടാക്സിൻ്റെ പ്രോബ്ലം. ഇനി രണ്ടാമതൊരു പ്രോബ്ലം എന്ന് പറയാനുള്ളത് GSTയുടെ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ചിലപ്പോഴാണ് ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ള കൂടുതൽ അഡ്വാൻസ് ടാക്സ് ആണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്നാലും ഇത് നോക്കി വയ്ക്കാം. GSTയുടെ പ്രോബ്ലം ആണ്. GSTയുടെ ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ജേണൽ എൻട്രീസ് ബുക്കിലത്തെ അതേ ടൈപ്പ് ചോദ്യമാണ്. ഒരു 3-4 എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇതാണ് പ്രോബ്ലത്തിൽ തരുന്ന 2 സജഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാൻ സാധ്യത. അഡ്വാൻസ് ടാക്സിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം GST എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ടൈപ്സ് ഉണ്ട്. ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ടൈപ്സ് ഓഫ് GST അല്ലെങ്കിൽ എൻ്റെ ഫീച്ചേഴ്സ്. നീഡും നോക്കി വയ്ക്കാം. നീഡ്. ഓക്കെ, ഇതാണ് ഒരു ചോദ്യം. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊസീജിയർ ഫോർ ഫയലിംഗ് ITR 1. പ്രൊസീജിയേഴ്സ് ഫോർ ഫയലിംഗ് ITR 1 നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ പിന്നെ സജഷനായിട്ട് പറയാനുള്ളത് TDS എന്താണ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ TDSൻ്റെ ഫോംസ്, ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്, അതും നോക്കി വയ്ക്കുക കേട്ടോ. അതാണ് മറ്റൊരു സജഷൻ പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ഒരു സജഷൻ കൂടി തരാനുള്ളത് പ്രൊസീജിയർ ഓഫ് ഫയലിംഗ് GST റിട്ടേൺ. പ്രൊസീജിയർ ഓഫ് ഫയലിംഗ് GST റിട്ടേൺസ് ഉണ്ട്, അതും നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കുക. SAക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ആ ഇടാത്ത ചോദ്യം നമുക്ക് 5 മാർക്കിലും പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെയാണ് നമ്മൾ SAക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലം 3 തിയറിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ പ്രോബ്ലം ആയിട്ട് ഞാൻ ഇപ്രാവശ്യം കൂടുതൽ അഡ്വാൻസ് ടാക്സിൻ്റെ കാൽക്കുലേഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. GSTയുടെ ജേണൽ എൻട്രീസ് അതും നോക്കി വയ്ക്കാം. പിന്നെ അതിനുശേഷം തിയറിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ GSTയുടെ ഫീച്ചേഴ്സ്, അതിൻ്റെ ടൈപ്സ്, നീഡ് ഇതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ പ്രൊസീജിയർ ഫോർ ഫയലിംഗ് ITR 1 ഉണ്ട്, TDS ഉണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, TDS ഫോംസ്, പിന്നെ പ്രൊസീജിയർ ഫോർ ഫയലിംഗ് GST റിട്ടേൺസ്. ഇതൊക്കെയാണ് നമ്മൾ SAക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.